വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് നമുക്കിന്ന് വീഡിയോയിൽ. എല്ലാവർക്കും ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളോളം ബസ്മതി റൈസ് കഴുകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അരി എടുത്തതിൻ്റെ ഇരട്ടി വെള്ളവും പിന്നെ 1 കപ്പ് എക്സ്ട്രയും കൂടെ ചേർത്ത് ഞാനൊരു പാനിൽ ചൂടാക്കാൻ ആ സമയം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി റൈസൊക്കെ നമുക്ക് കഴുകി എടുത്തുകൊണ്ട് വരാം. നല്ലവണ്ണം ചൂടായ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് മുഴുവനോടെയുള്ള കുരുമുളകും ആവശ്യത്തിനുള്ള പെരുംജീരകവും മുഴുവനോടെയുള്ള ഗ്രാമ്പു, ജീരകം, പട്ട ഇത്രയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി മുഴുവനോടെ കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്ത, അതായത് തൊലിയോടുകൂടി തന്നെ കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ബേ ലീവ്സും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള, അതായത് കറി കട്ട് പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ പീസസ് നമുക്ക് ഈ വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേഗണ്ട, ഒരു ഹാഫ് കുക്കായാൽ മതി. ആ ചിക്കൻ്റെ ഫ്ലേവർ ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മസാല പെട്ടെന്ന് റെഡിയാക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് അതും കൂടി ഇട്ട്, നമ്മുടെ മാഗിയൊക്കെ വാങ്ങുമ്പോൾ അതിന് കൂടെ കിട്ടുന്നൊരു മസാല പൗഡറില്ലേ, അതും കൂടി അല്പം ഇട്ട് കൊടുത്ത് 1 സ്പൂൺ അധികം പുളിയില്ലാത്ത 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണും കൂടി ചേർത്ത് 1.5 സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെയാണ് പേസ്റ്റ് റെഡിയാക്കി എടുത്തത്. നമ്മുടെ ഈ ചിക്കൻ പീസസ് ഇതിൽ നിന്നും ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ കോരിയെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയെടുത്ത് മാറ്റാം. ഇതുപോലെ വലിയൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. ചിക്കൻ പീസസ് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ സ്റ്റോക്കാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ട് അതിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അറ്റം മാത്രം സ്പ്ലിറ്റ് ചെയ്തെടുത്ത് 4 പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതൊന്നൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചിക്കൻ പീസസൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഷാലോ ഫ്രൈ മതിയാവും. 2 സൈഡും ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ ലാസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തതും കൂടി കോരിയെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിടക്കുന്ന നമ്മുടെ മന്തി റൈസിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. മണം ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മണവും കൂടിയാണ്. ചിക്കൻ പീസസ് നമ്മുടെ ഈ കറി പീസ് ആക്കുന്നതിന് പകരം നിങ്ങൾക്ക് മറ്റേ ലെഗ് പീസ് വലിയ പീസായിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്കിന്ന് പെട്ടെന്നൊരു മന്തി കഴിക്കാനുള്ളൊരു കൊതി വന്നതുകൊണ്ടാണ്
ഇവിടെ നോക്കിയപ്പോൾ ഈ കറി പീസ് മാത്രം കട്ട് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തത്. ഇത് സ്ലിറ്റ് ചെയ്ത പച്ചമുളക് കൂടി ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതെങ്ങനെ കുത്തിക്കഴിഞ്ഞ് നമ്മുടെ കനലൊക്കെ അവിടെ റെഡിയാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചാർക്കോളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിരട്ട പീസാണ് കട്ട് ചെയ്ത് കനലാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നൊരു കാര്യം, നമ്മൾ ഇതിൽ മാഗി ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുത്തില്ല. ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്തിരുന്ന സമയത്ത് മാഗി പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടുന്ന ആ പൗഡർ ഇട്ട് മാരിനേറ്റ് ചെയ്തേ ഉള്ളൂ. അതില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊന്ന് അവോയ്ഡ് ചെയ്ത് കളഞ്ഞാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മന്തി റെസിപ്പി ഫോളോ ചെയ്താൽ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനോടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തെളിച്ച പൊടിയൊന്നും ഇല്ലാണ്ട് മാക്സിമം മേളിൽ നിന്ന് കോരി എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴയൊരു പാത്രത്തിലായിരുന്നു ഞാൻ ചിരട്ട കനലാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ കത്തുന്ന കട്ടയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഓയിലും കൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്ത് അപ്പോഴേ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മന്തിയൊക്കെ സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു സൈഡ് ആയിട്ടൊരു ചട്നി, മീൻസ് ഒരു സ്വീറ്റ് ചട്നി റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ചൂടാകുമ്പോൾ അല്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ട്രൈ ചെയ്യുന്ന ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് നമുക്ക് ഇറാനി കുഴിമന്തി എന്നൊക്കെ കുഴിമന്തി വാങ്ങുമ്പോൾ സൈഡായിട്ട് കിട്ടുന്ന ഒരു സ്വീറ്റ് പിക്കിളാണ്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ പാനിലേക്ക് നല്ലെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കാശ്മീരി ചില്ലി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാശ്മീരി ചില്ലി ഒരു 6-7 നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്യാം. എനിക്ക് മയോണൈസിനെയും മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, വേറൊരു ടൊമാറ്റോ ചട്നിയെക്കാട്ടിലും ഈ ഒരു സൈഡ് ഡിഷാണ് മന്തിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നന്നായി ഇതൊന്ന് 2 സൈഡും മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അതവിടെ നിന്ന് ചൂടാറട്ടെ. നമുക്ക് അടുത്ത സലാഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സലാഡല്ല, ചട്നി, ടൊമാറ്റോ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് സവോള സ്ലൈസ് ചെയ്തതും 2 പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്ത ഈ ഒരു ചട്നിയിലേക്ക് ഒരല്പം ഒരു 1/2 സ്പൂണോളം വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാശ്മീരി ചില്ലി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, ഈ ഓയിൽ കളയണ്ട, അത് വേണം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളവും കൂടി ഒഴിച്ച് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും നല്ല കട്ടിയുള്ള ജാഗരി സിറപ്പ് ഒരു 2 സ്പൂണും കൂടി, മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മന്തിയുടെ സൈഡ് ഡിഷായിട്ടുള്ള 2 ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്വീറ്റായിട്ടുള്ള ചട്നി, ഇത് ടൊമാറ്റോ ചട്നി. ടൊമാറ്റോ പഴുപ്പ് കുറവായതുകൊണ്ട്, അതായത് ചുമന്ന തക്കാളി അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. ചുമന്ന ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ നല്ല ചുമന്ന കളറിൽ കിട്ടും. നമ്മുടെ മന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ ആ സ്മോക്കി ഫ്ലേവർ ഇങ്ങനെ മൂക്കിൽ അടിച്ച് കയറുകയാണ്. അപ്പോൾ വലിയ പീസ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ മന്തിയുടെ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ സൂപ്പർ കിടിലൻ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന്
ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സെർവ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ പീസസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാണ് ആ ഒരു മന്തി റൈസിന് ആ ഒരു നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരുന്നത്. പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട്. മയോണൈസ് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് എഗ്ലെസ് മയോണൈസ് പാക്കറ്റിൽ വാങ്ങിയതാണ്. ഇത് നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? അടിപൊളി ടേസ്റ്റാണ്.